നമസ്കാരം. ഇറാനുമായുള്ള തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളിൽ ഒരു കൗതുകകരവും അതേസമയം ഗൗരവകരവുമായ മാറ്റമാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക ശക്തികളിലൊന്നായ അമേരിക്ക സിലിക്കൺ വാലിയിലെ നവീകരണങ്ങളെയും വൻതോതിൽ ഫണ്ടിംഗ് ലഭിക്കുന്ന സ്റ്റാർട്ടപ്പ് ഡ്രോൺ സംവിധാനങ്ങളെയും പൂർണ്ണമായി ആശ്രയിക്കുന്നില്ല എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. പകരം യുദ്ധഭൂമിയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം നേരിട്ട് ഇറാനിയൻ സംവിധാനങ്ങളിൽ നിന്നുള്ള പഠനവും റിവേഴ്സ് എഞ്ചിനീയറിംഗുമാണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ ഒരു സത്യമാണ് തെളിയുന്നത്. ഈ സംഘർഷത്തിൽ ഇറാൻ വെറും പ്രതിരോധ ശക്തിയല്ല, മറിച്ച് സാങ്കേതികമായും തന്ത്രപരമായും ശക്തമായ മസ്തിഷ്കം ഉപയോഗിച്ച് മുന്നേറുന്ന ഒരു രാജ്യമാണ്. FLM-136 അഥവാ ലൂക്കാസ് എന്നറിയപ്പെടുന്ന ഈ ഡ്രോൺ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ അമേരിക്ക വിന്യസിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആയുധങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ദി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സംഘർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡ്രോണുകൾ ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ വികസനത്തിന്റെ പിന്നിലെ യാഥാർത്ഥ്യം കൂടുതൽ കൗതുകകരമാണ്. ഇറാന്റെ സ്വന്തം സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് ഇതിന് അടിത്തറയായത്. അതായത് യുദ്ധഭൂമിയിൽ നേരിട്ട് ഏറ്റുമുട്ടുമ്പോഴും സാങ്കേതിക തലത്തിൽ ഇറാന്റെ സ്വാധീനം മറുവശത്തേക്കും വ്യാപിക്കുന്ന ഒരു വ്യത്യസ്ത അവസ്ഥയാണ് രൂപം കൊള്ളുന്നത്. ലൂക്കാസ് ഡ്രോണുകളുടെ വികസനം തന്നെ ആധുനിക യുദ്ധത്തിന്റെ പുതിയ ദിശ വ്യക്തമാക്കുന്നതാണ്. ഇറാനിയൻ ഡ്രോൺ സാങ്കേതിക വിദ്യയെ എഞ്ചിനീയർമാർ വിശകലനം ചെയ്ത് അതിൻ്റെ ലളിതവും കാര്യക്ഷമവുമായ രൂപം അമേരിക്കൻ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി പുനർനിർമ്മിച്ചതാണ് ഈ സംവിധാനത്തിന്റെ അടിസ്ഥാനം. ഡ്രോണുകളുടെ ടൊയോട്ട കൊളോറ എന്ന വിശേഷണം ഇതിന് ലഭിച്ചതും അതുകൊണ്ട് തന്നെയാണ്. ലളിതം, വിശ്വസനീയം, ചിലവ് കുറവ്, എന്നാൽ ഫലപ്രദം. ഇതിലൂടെ ഒരു പ്രധാന സന്ദേശമാണ് പുറത്തു വരുന്നത്. സാങ്കേതിക മികവ് മാത്രമല്ല ഇതിൽ ഉണ്ടാകുന്നത്, അത് മാത്രം മതിയാകില്ല. അതിനെ എളുപ്പത്തിൽ പകർത്താനും വിനിയോഗിക്കാനും കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി. സാമ്പത്തികമായി നോക്കുമ്പോൾ ലൂക്കാസ് ഡ്രോണുകളുടെ പ്രധാന ആകർഷണം അതിൻ്റെ കുറഞ്ഞ ചെലവാണ്. ഓരോ യൂണിറ്റിനും ഏകദേശം 10,000 മുതൽ $55,000 വരെ മാത്രമാണ് ചെലവ്. ഇത് ഇറാന്റെ ഷാഹേദ് ഡ്രോണുകളുമായി താരതമ്യം ചെയ്യാവുന്ന നിരക്കാണ്. കോടികൾ ചെലവഴിക്കുന്ന പരമ്പരാഗത ആയുധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ചെലവ് കുറവ് യുദ്ധത്തിന്റെ സാമ്പത്തിക ഗണിതം തന്നെ മാറ്റിമറിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനും നഷ്ടങ്ങൾ വേഗത്തിൽ നികത്താനും കഴിയുന്ന വോളിയം ബേസ്ഡ് വാർഫെയർ എന്ന പുതിയ മാതൃകയിലേക്കാണ് ഇത് ലോകത്തെ നയിക്കുന്നത്. പ്രവർത്തനപരമായി നോക്കുമ്പോൾ ലൂക്കാസ് ഡ്രോണുകൾക്ക് 6 മണിക്കൂർ വരെ തുടർച്ചയായി പ്രവർത്തിക്കാനും 500 മൈലിലധികം ദൂരം സഞ്ചരിക്കാനും കഴിവുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്വയംഭരണ സംവിധാനങ്ങളിലൂടെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ആക്രമണങ്ങൾ നടത്താനും കഴിയുന്ന ഇവ ദീർഘദൂര ആക്രമണങ്ങളിലും നിരീക്ഷണങ്ങളിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിലൂടെ കൂടുതൽ ലളിതവും ചെലവ് കുറവുമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ സൈനിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു പുതിയ യുദ്ധരീതിയാണ് രൂപം കൊള്ളുന്നത്. എന്നിരുന്നാലും ഈ ലളിതമായ സംവിധാനങ്ങൾക്കും വെല്ലുവിളികളും ഇതാദ്യമല്ല. GPS ജാമിംഗ് പോലുള്ള ഇലക്ട്രോണിക് യുദ്ധമാർഗങ്ങൾ ശക്തമായെടുത്ത് ലൂക്കാസ് ഡ്രോണുകളുടെ കാര്യക്ഷമത കുറയാൻ സാധ്യതയുണ്ട്. അതായത് ലളിതവും ശക്തിയായിരുന്നാലും സാങ്കേതിക പ്രതിരോധങ്ങൾ മുന്നിൽ ഇവയ്ക്ക് പരിമിതികളുണ്ടാകും. ഇതിലൂടെ വീണ്ടും ഒരു സത്യമാണ് തെളിയുന്നത്. യുദ്ധത്തിൽ ഒരുതരം സാങ്കേതിക വിദ്യയും പൂർണ്ണമായും അജയ്യമായതല്ല. ഈ മുഴുവൻ വികസനവും ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആധുനിക യുദ്ധം ഇനി ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളുടെ മാത്രം കളിയല്ല, മറിച്ച് എതിരാളിയുടെ ശക്തികളെ മനസ്സിലാക്കി അതിനെതിരെ കൂടുതൽ ഫലപ്രദമായ ലളിതവും ചെലവ് കുറവുമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നവരാണ് വിജയത്തിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇറാൻ ഇന്ന് ഒരു സൈനിക ശക്തി മാത്രമല്ല, മറിച്ച് യുദ്ധത്തിന്റെ തന്ത്രവും സാങ്കേതിക ദിശയും നിർണ്ണയിക്കുന്ന ഒരു മസ്തിഷ്കം പോലെ പ്രവർത്തിക്കുന്നുവെന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്. അവസാനമായി ലൂക്കാസ് ഡ്രോണുകളുടെ ഉയർച്ച അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ സൈനിക ബുദ്ധിക്ക് ലഭിച്ച വലിയൊരു അംഗീകാരമാണ്. ലോകശക്തിയായ അമേരിക്ക പോലും തങ്ങളുടെ പരമ്പരാഗതമായ ചെലവേറിയ യുദ്ധമുറകൾ ഉപേക്ഷിച്ച്
ഇറാന്റെ ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ മാതൃകകളെ പിന്തുടരാൻ നിർബന്ധിതരാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതിനൂതന സാങ്കേതിക വിദ്യയേക്കാൾ ഉപരിയായി കുറഞ്ഞ ചെലവിൽ യുദ്ധക്കളത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇറാന്റെ തന്ത്രപരമായ ഒരു മികവാണ്. ഇന്ന് ഇറാൻ അമേരിക്ക സംഘർഷം കേവലം ഒരു യുദ്ധം മാത്രമല്ല, മറിച്ച് ഇറാന്റെ പ്രതിരോധ ശേഷികൾക്ക് മുന്നിൽ ലോകം പകച്ചു നിൽക്കുന്ന കാഴ്ച, അതായത് അമേരിക്ക പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഇത്തരം സംവിധാനങ്ങൾ ഭാവിയിലെ ആഗോള യുദ്ധതന്ത്രങ്ങളെ പോലും തിരുത്തി എഴുതിക്കാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിലെ വൻ ശക്തികൾക്ക് പോലും മാതൃകയാവുന്ന രീതിയിൽ യുദ്ധതന്ത്രങ്ങളെ പുനർനിർവചിച്ചുകൊണ്ട് ഇറാൻ ഒരു പുതിയ സൈനിക യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ.